ഹായ്, നമുക്കറിയാം നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആനിമൽ കിങ്ഡം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ്റെ തന്നെയാണ്. അപ്പം ഈ ഒരു ഹോമോസാപ്പിയൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വൈസ് മാൻ എന്നാണ്. അതായത് ഈ ഒരു കാര്യമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിവികാസവും മാനസിക വികാസവുമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിന് മനുഷ്യൻ വില കൊടുക്കേണ്ടി വന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബർത്തിങ് പ്രോസസ്സാണ്. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവൻ്റെ ബൈപ്പെഡലിസമാണ്. അതായത് ഇരുകാലിൽ നടക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പം അതിൻ്റെ ഒരു മാറ്റപ്രകാരം മനുഷ്യൻ്റെ പെൽവിസ് കുറച്ച് ഇടുങ്ങിയതാവുകയും അതേപോലെ തന്നെ വലിയ തലച്ചോറുള്ള ഒരു ജീവി ഇടുങ്ങിയ ഒരു ബർത്ത് കനാലിലൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഡെലിവറി പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറുകയും ചെയ്യും. മറ്റു മൃഗങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെ 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കുറേയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ മനുഷ്യ കുഞ്ഞ് ഏകദേശം ഒരു 1 ഇയറോളം എടുത്താണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ തലച്ചോറ് ഈവൻ അറ്റ് 40 വീക്സിലും മെച്ചുവർ അല്ല എന്നാണ്. അതായത് ഓരോ മനുഷ്യക്കുഞ്ഞും ജനിക്കുന്നത് ഈവൻ അറ്റ് 40 വീക്സിലും പ്രീമെച്ചുവർ ആയിട്ടാണ്. സോ അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി പ്രോസസ്സാണ് മനുഷ്യനുള്ളത്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ എല്ലാ അമ്മമാരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യകത തന്നെയല്ലേ.